പത്തനംതിട്ട തെള്ളിയൂരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ സ്വകാര്യ ഫൈനാൻസ് കമ്പനി ഉടമകൾ മുങ്ങി. G&G ഫൈനാൻസ് കമ്പനിയാണ് തട്ടിപ്പ് നടത്തിയത്. നിക്ഷേപകർ തെള്ളിയൂരിലെ ഉടമകളുടെ വീടിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി 48ഓളം ബ്രാഞ്ചുകളും 300 കോടിയോളം രൂപയുടെ നിക്ഷേപവും കമ്പനിക്കുണ്ടെന്നാണ് വിവരം. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, എത്രത്തോളം ആളുകൾക്കാണ് ഈ തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നത്? എന്താണ് ഇപ്പോൾ അവിടുത്തെ പ്രതിഷേധത്തിന്റെ സാഹചര്യം? തീർച്ചയായും ഏതാണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ നൂറുകണക്കിന് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തട്ടിപ്പിനിരയായ ഏതാണ്ട് കുറച്ച് അധികം ആളുകൾ ഇത് തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ വീട്. ഈ G&G ഗോപാലകൃഷ്ണൻ നായർ എന്നാണ് അയാളുടെ പേര്. അദ്ദേഹത്തിന്റെ വീട് തൊട്ടപ്പുറത്താണ്. ആ വീടിന് മുൻപിൽ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തുകാർ തന്നെയാണ്. ഒരു 85% ആളുകൾ ഈ പ്രദേശത്തുകാർ തന്നെയാണ്. സംസ്ഥാന വ്യാപകമായി ഏതാണ്ട് ഇതാണ് ആ സ്ഥാപനം, G&G ഫിനാൻസ് എന്ന സ്ഥാപനം. ഈ സ്ഥാപനം ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി തന്നെ 48ഓളം ബ്രാഞ്ചുകൾ ഇവർക്കുണ്ട്. ഏതാണ്ട് 300 കോടിയോളം രൂപ. നമുക്കൊരു ചേട്ടന്റെ പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. ചേട്ടാ, എത്ര രൂപ നഷ്ടപ്പെട്ടു? 1 കോടി ചില്ലാനം. ചേട്ടൻ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ സഹോദരങ്ങളും ഞാൻ ഇവിടെ കൂടിയിട്ടിരുന്ന 1.25 കോടി രൂപയോളം നഷ്ടപ്പെട്ടിരിക്കണം. ഇതിപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ മാസം വരെ പലിശ വന്നിരുന്നു? എങ്ങനെയാണ്? എനിക്കൊരു 3 മാസം മുമ്പ് വരെ പലിശ കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം അതിനകത്തൊരു 20% പൈസ മാത്രമേ പലിശ വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും മെച്ചുവേർഡ് ആകുന്ന സമയത്ത് പലിശ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും. ഈ ഒരു ചേച്ചി പറഞ്ഞത് മകളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുന്ന 10 ലക്ഷം അല്ലേ? 10 ലക്ഷം. എൻ്റെ അച്ഛൻ്റെതും അമ്മയുടേതും എൻ്റേതോടെ കൂട്ടിയാണ് 10 ലക്ഷം അവിടെ ഉള്ളത്. ടോട്ടൽ 10 ലക്ഷം. അതെ. എന്താണ് വന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താ? ഇവർ 2-3 തവണ വീട്ടിൽ വന്ന് ഞങ്ങൾ കണ്ടിരുന്നു. അപ്പം 15-ാം തീയതി ആവട്ടെ 20-ാം തീയതി ആവട്ടെ പിന്നെ ഫണ്ട് വരാനുണ്ട് എന്ന് പറഞ്ഞാണ് എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നത്. അവർക്ക് ഇപ്പം ചെലവ് കഴിയാൻ പോലും പൈസയില്ല. ഇതാണ് പല ഘട്ടത്തിൽ പല അധ്വാനിച്ചൊക്കെ ഉണ്ടാക്കിയ പൈസയാണ് പല മേഖലകളിലും ഇപ്പോൾ പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 300 കോടിയോളം രൂപ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏതാണ്ട് 80 കോടിയോളം രൂപയുടെ ഒരു പരാതി വിവിധ സ്റ്റേഷനുകളിൽ 5 സ്റ്റേഷനുകളിലായി ഈ ഗോപാലകൃഷ്ണൻ നായർക്കും മകൻ ഗോവിന്ദനും അടക്കം എതിരെ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീടടക്കം ഇപ്പോൾ വിറ്റു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഈ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ആരും തന്നെ ഇല്ല. എന്നാൽ ഈ ഓഫീസ് അടക്കം പ്രധാനപ്പെട്ട ഹെഡ് ഓഫീസാണിത്. ഈ ഓഫീസ് അടക്കം എല്ലാ ഓഫീസുകളും 48ഓളം ഓഫീസുകൾ ഇപ്പോൾ പൂട്ടിയ നിലയിലാണ്. ആ ജീവനക്കാരുടെ വീടുകളിലൊക്കെ തന്നെ ഇപ്പോൾ ആളുകൾ നിക്ഷേപകർ അന്വേഷിച്ച് ചെല്ലുകയാണ്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് മാതൃകയിൽ തന്നെയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇവരുടെ സഹോദര സ്ഥാപനം കുറച്ചു കാലം മുമ്പ് പൂട്ടിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഇവിടേക്ക് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 100 കണക്കിന് നിക്ഷേപകരുണ്ട്. ഈ ഒരു വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴും ഒരു സ്ഥാപനമാണ്. സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിൽ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ ഇവർ അവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞാൽ മറ്റു തരത്തിലേക്ക് ബാധിക്കുമെന്നതുകൊണ്ട് മാത്രമാണ് മാധ്യമപ്രവർത്തകരടക്കം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നിക്ഷേപകർ തന്നെ ഇവിടെ എത്തിയപ്പോൾ അവർ മുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 2 ദിവസമായി ഇവിടെ വീട് അടച്ചിട്ട നിലയിലാണ്. എന്തായാലും പോലീസിലേക്ക് പരാതികളടക്കം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 300 കോടി രൂപ എന്നൊരു പ്രാഥമിക കണക്ക് മാത്രമാണ്. സ്വർണ്ണമടക്കം വീണ്ടും ഉരുപ്പിടികളുടെ കണക്ക് കൂടി വന്നു കഴിഞ്ഞാൽ അത് അതിൽ കൂടുതലാകുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നിക്ഷേപകർ വലിയ പ്രതിഷേധത്തിലാണ്. പോലീസിലടക്കം കൂടുതൽ പരാതികൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.